സോക്രട്ടീസിന്റെ ഒരു ഉദ്ധരണിയിൽ നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. He who is not contented with what he has would not be contented with what he would like to have. ഇപ്പോഴുള്ളതിൽ തൃപ്തനാകാത്തവൻ താൻ നേടാൻ ആഗ്രഹിക്കുന്നതിലും തൃപ്തനാകുകയില്ല. നമ്മുടെ ഹ്യൂമൻ നേച്ചർ ആണല്ലേ ഇത്. ഇന്നത്തെ ഈ അവസ്ഥയിൽ സംതൃപ്തനാകാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നാളെ നാം എന്താകാനാണോ ആഗ്രഹിക്കുന്നത് അതിലും തൃപ്തനാകാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇന്നത്തെ ഈ സിറ്റുവേഷൻ ഒരു നാൾ നമ്മൾ ആഗ്രഹിച്ചതാണ്. ആ ആഗ്രഹിച്ച് നേടിയ കാര്യത്തില് തൃപ്തിയില്ലെങ്കിൽ ഇനി നമ്മൾ ആഗ്രഹിച്ച് നേടാൻ ആഗ്രഹിക്കുന്നതിലും തൃപ്തനാകാൻ സാധിക്കില്ല. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ദ ബ്യൂട്ടി ഓഫ് കണ്ടെന്റ്മെന്റ്, സംതൃപ്തിയുടെ മനോഹാരിത. ഈ ഒരു ടോപ്പിക് 8 മാസം മുന്നേ എടുത്തിട്ടുള്ളതാണ്. എന്താണ് ഈ സംതൃപ്തി എന്ന് പറയുന്നത്? കണ്ടെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെന്റ്മെന്റ് ഈസ് ദ ഇന്നർ പീസ് ആൻഡ് ഹാപ്പിനെസ് ദാറ്റ് arises when we embrace life as it is. ജീവിതത്തെ അതേപടി സ്വീകരിക്കുമ്പോൾ, അതായത് നമ്മുടെ ജീവിത അനുഭവങ്ങളെ ഹൃദയ വിശാലതയോടുകൂടി അതേപടി അംഗീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ആന്തരിക സമാധാനവും സന്തോഷവുമാണ് കണ്ടെന്റ്മെന്റ് അഥവാ സംതൃപ്തി. It is not the fulfillment of what you want, but the realization of how much you already have. കണ്ടെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തൃപ്തി അല്ല, മറിച്ച് ഇപ്പൊ നമുക്ക് എന്താണോ ഉള്ളത് ആ ഒരു തിരിച്ചറിവാണ്. ആ ഒരു തിരിച്ചറിവിൽ ഈ ഒരു നിമിഷത്തിൽ, ഈ ഒരു മൊമെന്റിൽ സാറ്റിസ്ഫൈഡ് ആകാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ, സമാധാനമായിരിക്കാൻ നമുക്ക് കഴിയുന്ന ആ ഒരു സ്റ്റേറ്റ് ആണ് കണ്ടെന്റ്മെന്റ്. പക്ഷേ ഈ ഒരു കണ്ടെന്റഡ് സ്റ്റേറ്റ് ലീഡ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവും അല്ലേ? നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ചലഞ്ചസ് ടു കണ്ടെന്റ്മെന്റ്? എന്തുകൊണ്ടാണ് ഈ അസംതൃപ്തി നമ്മിൽ ഉണ്ടാകുന്നതിനുള്ള കാരണം? ഫസ്റ്റ് ആൻഡ് പ്രയർ മോസ്റ്റ് റീസൺ എന്ന് പറയാവുന്നത് ഐഡന്റിറ്റി ടൈഡ് ടു അച്ചീവ്മെന്റ്. നമ്മളിന്ന് വ്യക്തിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സ്വയം വിശകലനം ചെയ്യണം. നെവർ എവർ കൺഫ്യൂസ് പീസ് വിത്ത് പൊസിഷൻ. നമ്മുടെ സ്ഥാനമാനങ്ങളല്ല നമ്മുടെ സമാധാനത്തെ നിർണ്ണയിക്കുന്നത്. നമ്മുടെ വെൽത്ത് അല്ല നമ്മെ നിർണ്ണയിക്കുന്നത്. നമ്മുടെ ബ്യൂട്ടിയും നമ്മുടെ ഫാമിലി സ്റ്റാറ്റസും നമ്മുടെ പ്രൊഫഷണൽ സ്റ്റാറ്റസും ഒന്നുമല്ല നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. ഇന്നലെ ഉണ്ണികൃഷ്ണൻ സാർ എടുത്ത ടോപ്പിക് ഉണ്ടല്ലോ, യു ആർ എ പ്യുവർ ബീയിങ്. ആ കാറിനുണ്ട് ബ്യൂട്ടിയോ കാറിനുണ്ടാവുന്ന കേടുപാടുകളോ ഉള്ളിലിരിക്കുന്ന ഡ്രൈവറിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ആ ഉള്ളിലിരിക്കുന്ന ഡ്രൈവർ താൻ കാറാണെന്ന് ചിന്തിച്ചു പോയാലോ, കാറിന് എന്ത് സംഭവിച്ചാലും അത് ഡ്രൈവറിനെയും ബാധിക്കും, ഇല്ലേ? അതുപോലെ നമ്മൾ നമ്മെ ഐഡന്റിഫൈ ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഒരു താതാത്മ്യം പ്രാപിക്കലാണ് നമ്മുടെ ജീവിതത്തിലുള്ള അസംതൃപ്തിക്ക് കാരണം. അങ്ങനെ വരുമ്പോ ദ മോർ പോരാ, ഒന്നും പോരാ, ഇനിയും 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 വേണം 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 എന്ന ചിന്ത. എന്ന് പറഞ്ഞാൽ ഒന്നും ആഗ്രഹിക്കേണ്ടെന്നല്ല, പക്ഷേ ഇന്നുള്ളതിൽ തൃപ്തനല്ല. ഇപ്പോഴെന്താണോ എന്റെ കയ്യിലുള്ളത് അതിൽ സാറ്റിസ്ഫൈഡ് ആകാതെ എങ്ങനെയാണ് എനിക്ക് വേറെ കൂടുതലായിട്ട് ആഗ്രഹിക്കാൻ പറ്റുന്നത്? നമുക്കറിയാം, കുട്ടിക്കാലത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആഗ്രഹം നല്ല മാർക്ക് വാങ്ങി വിജയിക്കണം, ഒരു ജോലി കിട്ടണം. ജോലി കിട്ടുമ്പോഴോ ഒന്നുകില് അതിനേക്കാൾ നല്ലൊരു ജോലി, അല്ല എങ്കിലോ ആ ജോലിയിൽ പ്രൊമോഷൻ, പിന്നെയോ അതിന് അത്രയും സാലറി ഹൈ. അങ്ങനെ നമ്മൾ ഇങ്ങനെ ലൈഫിനെ, ഈ ഒരു നിമിഷത്തെ എന്താണെന്ന് പോലും അറിഞ്ഞ് അനുഭവിക്കാതെ ആസ്വദിക്കാതെ വേറെ എവിടെയോ അക്കരെ പച്ച എന്ന് പറയുന്നില്ലേ, ആ ഒരു ചിന്തയാണ് ഇപ്പോൾ. ദ മോർ എന്ന ഫീലിംഗ് വരുമ്പോ ഉറപ്പായിട്ടും ഒരു കമ്പാരിസൺ നമ്മളിലുണ്ടാകും. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇത്രയേ ഉള്ളൂ, അവിടെ അത്രയും ഉണ്ട്. ഈ ഒരു കമ്പാരിസൺ ട്രാപ്പ് ഒരു ഡിസ്കണ്ടന്റ് സ്റ്റേറ്റിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്.
കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടും വളർന്നും നമ്മൾ വന്ന സാഹചര്യമാകാം, ഒരുപക്ഷെ ആ കമ്പാരിസൺ ട്രാപ്പിൽ നമ്മൾ പെട്ടുപോയത് കൊണ്ടാവാം ഒരു ഡിസ്കണ്ടന്റഡ് സ്റ്റേറ്റ് ഉള്ളിൽ ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? നമ്മളല്ലാതായി വേറെ ആരൊക്കെയോ ആകാൻ ശ്രമിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാൻ തുടങ്ങും. അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷനിലേക്ക് നമ്മൾ എത്തും. എക്സ്പെക്ടേഷൻ വേണ്ട എന്നല്ല, ബട്ട് അത് അൺറിയലിസ്റ്റിക് ആയാലോ ജീവിതം ദുരന്തമാകും, അല്ലേ? ആ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസും അൺറിയലിസ്റ്റിക് ഗോൾസും നടക്കാതെ വരുന്ന സമയത്ത് ഇമോഷണൽ ബാഗേജസ് ആയിട്ട് അത് മാറും, ഇല്ലേ? വൈകാരിക ഭാണ്ഡം ചുമന്നുകൊണ്ട് നടക്കാത്തതും നടന്നു കഴിഞ്ഞതുമായിട്ടുള്ളതിൽ തൃപ്തനാകാത്തത് കൊണ്ടും നമ്മൾ എപ്പോഴും ഒരു ഡിസ്കണ്ടന്റഡ് ലൈഫ് ലീഡ് ചെയ്യാൻ തുടങ്ങും. ശരിക്കും ഇതിനെല്ലാം പ്രൈം റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഐഡന്റിഫിക്കേഷൻ ഉണ്ടല്ലോ, നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ പൊസിഷൻ ആണെന്നും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ആണെന്നും നമ്മൾ ഡിഫൈൻ ചെയ്താൽ എപ്പോഴെങ്കിലും നമുക്കൊരു കണ്ടന്റഡ് സ്റ്റേറ്റ് ഉണ്ടാവും? ഇല്ല. അങ്ങനെ നമ്മുടെ പൊസഷൻ ആണ് നമ്മുടെ പീസ് എങ്കിൽ ഈ ലോകത്ത് എല്ലാ സമ്പന്നന്മാരും സമാധാനപരമായ സംതൃപ്തമായ ജീവിതം നയിക്കണ്ടേ? അങ്ങനെയാണോ? അങ്ങനെ അല്ല എന്ന് നമുക്കറിയാം. എല്ലാവരും അങ്ങനെയല്ല, അല്ലേ? അപ്പോൾ നമ്മൾ എന്തുമായിട്ടാണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയണം. എങ്ങനെ നമുക്കൊരു കണ്ടന്റഡ് ലൈഫ് ലീഡ് ചെയ്യും? ഹൗ ടു ലീഡ് എ കണ്ടന്റഡ് ലൈഫ്? ഫസ്റ്റ് വൺ ഈസ് റീഡിഫൈൻ യുവർ സെൽഫ്. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചില്ലേ നമ്മളെ, അതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യണം. നമ്മൾ നമ്മുടെ റൂട്ട് കോസ് കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് എനിക്കൊരു കണ്ടന്റഡ് സ്റ്റേറ്റിൽ എത്താൻ സാധിക്കാത്തതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ റീഡിഫൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഇന്നർ സെൽഫുമായിട്ട് കണക്റ്റഡ് ആവാം. എങ്ങനെ നമുക്ക് നമ്മുടെ ഇന്നർ സെൽഫുമായിട്ട് കണക്റ്റഡ് ആവാം? നിശബ്ദതയുടെ ആഴങ്ങളിലാണ് പലപ്പോഴും സത്യം വെളിവാക്കപ്പെടുന്നത്, അല്ലെ? പക്ഷേ നമുക്ക് നിശബ്ദമായി ആ ഒരു നിശബ്ദത എന്താണെന്ന് അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നു. എത്ര തന്നെ മെഡിറ്റേഷൻ ചെയ്തിട്ടും എത്ര തന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ആ ഒരു ഇന്നർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും, അല്ലെ? മറ്റൊന്നുമല്ല, അത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് യുവർ മൈൻഡ് സെറ്റ്. ആ ഒരു മനസ്സാണ് നമ്മളെ ഇങ്ങനെ ചാടി 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 കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുരങ്ങിന് ഒരു ചില്ലയിൽ ഇങ്ങനെ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റില്ല, അല്ലേ? അതിങ്ങനെ ചില്ലകൾ തോറും മാറിച്ചാടും. അതുപോലെ മനസ്സ് നമ്മോട് പറയുകയാണ്, പോരാ പോരാ, ദമോർ ഇനിയും ഉള്ളതിൽ ഒരു തൃപ്തിയുമില്ല. ആ ഒരു മൈൻഡ് സെറ്റിനെ നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. എങ്ങനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം? ഒന്ന്, കമ്പാരിസണിൽ നിന്നും സെൽഫ് റിഫ്ലക്ഷനിലേക്ക് മാറണം. അതായത് കമ്പയർ ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ, അതാണല്ലോ നമ്മളിൽ അസംതൃപ്തി ഉണ്ടാക്കുന്നത്. കമ്പയർ ചെയ്യാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ഇന്നത്തെ സ്റ്റേറ്റിൽ ഞാൻ തൃപ്തനല്ല എന്നർത്ഥം. അതിനെ മാറിയിട്ട് ആത്മവിശകലനം നടക്കണം. സ്കേഴ്സിറ്റി ടു അബണ്ടൻസ്. ആ ഒരു പോരായ്മകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യാതെ അബണ്ടന്റ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ നിറവിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഉള്ളതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റണം. എക്സ്പെക്ടേഷൻ ടു അക്സെപ്റ്റൻസ്. അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷന്റെ കാര്യം പറഞ്ഞല്ലോ. ആ എക്സ്പെക്ടേഷൻ നിരാശയുടെ പടുകുഴിയിൽ നമ്മൾ എത്തി. അതിൽ നിന്നും അക്സെപ്റ്റൻസിലേക്ക് വരണം. അക്സെപ്റ്റൻസ് വന്നാൽ എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയാം, അല്ലെ? റെസിസ്റ്റൻസ് ഇല്ല. ലൈഫിൽ റെസിസ്റ്റൻസ് ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മളൊരു ഫ്രീ ഫ്ലോ സ്റ്റേറ്റിലേക്ക് മാറും. അവിടെ ഒരു കണ്ടന്റഡ് ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടാകും. ദ മോർ പറഞ്ഞല്ലോ, മോർ ഈസ് ബെറ്റർ ടു ഇനഫ് ഈസ് ഇനഫ്, അല്ലെ? നമ്മൾ ഇപ്പോഴുള്ള സ്റ്റേറ്റിൽ തൃപ്തിയായിക്കൊണ്ട് ഇനിയും ആവാം. പക്ഷേ ഈ ഒരു സ്റ്റേറ്റിനെ അറിയാതെ പോയാൽ എവിടെ എത്തിയാലും ഒരു ഡിസ്കണ്ടന്റ് സ്റ്റേറ്റ് തന്നെ ആയിരിക്കും. കൺട്രോൾ ടു സറണ്ടർ. എല്ലാം കൺട്രോൾ ചെയ്യാന്നുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ. എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമുക്കറിയാം. അതിനെ ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട്
നമുക്ക് സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിലുണ്ട്. അതിനെ ഒന്ന് ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് ഒരു സമർപ്പണത്തിന്റെ ഭാവം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഈ ഒരു ഷിഫ്റ്റ് നമ്മുടെ മൈൻഡ് സെറ്റിൽ വരണമെങ്കിൽ ഒരേ ഒരു പ്രാക്ടീസ് ജോർജ് സാർ നമുക്ക് എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. ദാറ്റ് ഇസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാവം ഉള്ളിലുണ്ടെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ മനോഭാവമാണ് നമ്മളിലുള്ളതെങ്കിൽ, ഇന്നിന്റെ ഈ നിമിഷത്തെ അറിഞ്ഞുകൊണ്ടായിരിക്കും കൂടുതൽ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്, അല്ലെ? ഇന്നിന്റെ ഈ മനോഹാരിതയെ ആസ്വദിച്ചുകൊണ്ടായിരിക്കും ഇനിയും ഇനിയും എന്നുള്ള ചിന്തയിലേക്ക് പോകുന്നു. അവിടെ അവിടെ നമ്മൾ തൃപ്തനാണ്, അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ നമ്മൾ അറ്റാച്ച്ഡ് അല്ല. അതാണ് അതിന്റെ വ്യത്യാസം. സോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കണ്ടെന്റ്മെന്റ് ഡസൻ മീൻ ലാക്ക് ഓഫ് അംബിഷൻ. ഒന്നും വേണ്ട, ആഗ്രഹങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുക എന്നൊന്നുമല്ല. ഇറ്റ്സ് അബൌട്ട് ബീയിങ് ഗ്രേറ്റ്ഫുൾ ആൻഡ് ഫൈൻഡിങ് പീസ് ഇൻ ദ പ്രസന്റ് വൈൽ വർക്കിംഗ് ടുവേഴ്സ് മീനിങ്ഫുൾ ഗോൾസ്. അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, മീനിങ്ഫുൾ ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാം. പക്ഷെ ഈ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ പീസ്ഫുൾ ആയിരിക്കണം, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ലാവോസുവിന്റെ അതിമനോഹരമായ ഒരു കോട്ടാണ്, ബി കണ്ടന്റ് വിത്ത് വാട്ട് യു ഹാവ്. ഇപ്പൊ എന്താണോ ഉള്ളത് അതിൽ തൃപ്തനാകുക. റിജോയ്സ് ഇൻ ദ വേ തിങ്സ് ആർ. കാര്യങ്ങൾ എങ്ങനെയാണോ സംഭവിക്കുന്നത് അതിൽ ആനന്ദിക്കുക. When you realize there is nothing lacking, the whole world belongs to you. ഒന്നും നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്, ഒരു കുറവുമില്ല എന്ന് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ലോകം മുഴുവൻ നമ്മുടേതാണ്, നമ്മൾ തന്നെയാണ് എന്നുള്ളത്. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം.